ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ കസിൻസൊക്കെ കൂടിയിട്ടുള്ളൊരു ഗെറ്റ് ടുഗദറാണ് പരിപാടി. എല്ലാവരും ജോലിയും പഠിപ്പൊക്കെ ആയിട്ട് തിരക്കല്ലേ, അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് കൂടണ്ടേ. ചക്കരക്കല്ലാണ് നമ്മുടെ പരിപാടി. ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്കാണ് വന്നേ. നല്ല വിശപ്പുള്ളതുകൊണ്ട് എന്തെങ്കിലും തിന്നാൻ മേടിക്കാൻ പോയി കിട്ടാണ്ടുള്ള തിരിച്ചറിവാണിത്. ശനിയാഴ്ച ആയതുകൊണ്ടെന്നറിയില്ല, ബേക്കറികളിലെ സ്നാക്സ് ഐറ്റംസൊക്കെ കാലിയായിരുന്നു. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സ്പോട്ട് തേടിപ്പോയി. അവസാനം നമ്മൾ കേക്ക് ഹബിലെത്തി. അവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇതാണ് കേട്ടോ നമ്മുടെ ഫാമിലി. ഇനിയും കുറച്ചാളൊക്കെ വരാനുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഗ്രില്ലാക്കാനുള്ള ചാർക്കുൾ കത്തിക്കളാണിത്. മഴയ്ക്ക് ആയതുകൊണ്ടാണ് തോന്നുന്നു ചാർക്കുൾ കത്തിക്കിട്ടാൻ കുറച്ച് പാട് കിട്ടും. അങ്ങനെ ഏകദേശം എല്ലാവരും എത്തി. നമ്മൾ കുറച്ച് വിശേഷങ്ങളും സ്വരങ്ങളൊക്കെ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ചിക്കനൊക്കെ നമ്മൾ ആദ്യം സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി അത് ഗ്രില്ല് ചെയ്തെടുക്കേണ്ട പണിയേ ഉള്ളൂ. ചിക്കൻ മാത്രമല്ല, നമുക്കിന്നൊരു സ്പെഷ്യൽ ഐറ്റം കൂടിയുണ്ട്. ഇതാണ് ലോബ്സ്റ്റർ. ഇതിൻ്റെ ഷെല്ലൊക്കെ കളഞ്ഞത് കാരണം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളങ്ങനെ ഗ്രില്ല് ചെയ്യാൻ തുടങ്ങി. ചിക്കനിലാണ് തുടങ്ങിയത്. നമ്മൾ കസിൻസൊക്കെ ഒത്തുകൂടുമ്പോൾ വേറെ തന്നെ ഒരു എനർജിയാണ്. അത് നമുക്കിവിടെ കാണാനും ഉണ്ടായിരുന്നു. ചിക്കൻ കല്ലിൽ ചുട്ടെടുക്കുമ്പോൾ ആ മണം അതവിടെ ചുറ്റും പരക്കാൻ തുടങ്ങി. ചിക്കൻ ആവുന്നതും തീരുന്നതൊന്നും നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മളെ ചുന്തിരി മോളും നല്ല സൊള്ളിലാണുള്ളത്. അടുത്തത് നമ്മുടെ സ്പെഷ്യൽ ലോബ്സ്റ്റർ. ഗ്രില്ല് ചെയ്യൽ അത്ര ശരിയല്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഒരു പാൻ വെച്ച് അതിലാണ് ലോബ്സ്റ്റർ വേവിച്ചത്. ഉപ്പും കുരുമുളകും നമ്മൾ ഇതിലാദ്യം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മസാലയൊന്നും ഇല്ലാതെ വെളുത്തുള്ളിയും മല്ലിച്ചപ്പും ബട്ടറും പിന്നെ കുറച്ച് ലെമണും മാത്രമേ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ ടേസ്റ്റ് നോക്കേണ്ട സമയമായി. ടേസ്റ്റ് ചെയ്യാൻ കുറേ കൈകളൊക്കെ വന്നു. എന്തായാലും ലോബ്സ്റ്റർ കൊള്ളാം, നന്നായിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് പണ്ടത്തെ കാര്യങ്ങളും തമാശകളൊക്കെ സംസാരിച്ച് സമയം ഒരുപാട് അങ്ങ് പോയി. അപ്പോൾ ഇപ്പം നമ്മളും പോട്ടെ. ബൈ.